എഴുത്തുകാരന്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ എങ്ങനെയാണ് സ്വയം ഒരു നിർവചനം അല്ലെങ്കിൽ സ്വയം ഒരു വിശകലനം നടത്തുന്നത്? വലിയ എഴുത്തുകാരനും അല്ല ഞാൻ. കഷ്ടകാലത്ത് കുറച്ച് പുസ്തകങ്ങൾ എഴുതിയതുള്ളൂ. ഞാൻ മലയാളം തനിയെ പഠിച്ച ആളാണ്, സ്കൂളിൽ നിന്ന് പഠിച്ച ആളല്ല. ഞാൻ തമിഴാണ് 8 വരെ പഠിച്ചത്. പിന്നെ കേരളത്തിൽ പല നാടായ കോട്ടക്കലയിൽ വരികയും അവിടെ സ്കൂളിൽ പോകാൻ പറ്റാതാവുകയും ജീവിക്കാൻ വേണ്ടി ഭാഷ പഠിച്ചൊരു മനുഷ്യനാണ് ഞാൻ. നിങ്ങളൊക്കെ മലയാളത്തിൻ്റെ മധുരത്തിലേക്ക് പറ്റുവണവരാണ്. ഞാൻ ഒരു ബിരിയാണി ചെമ്പിലേക്ക് എടുത്ത് ചാടുപോലെ ചാടി ദേഹമാകെ പൊള്ളിയ മനുഷ്യനാണ്. ആ പൊള്ളലേ ഉണ്ടാവുള്ളൂ എന്തെങ്കിലുമൊക്കെ എൻ്റെ എഴുത്തിൽ ഉണ്ടാവുക. പിന്നെ എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്കിതുവരെ എന്നെ വിലയിരുത്താൻ പറ്റിയില്ല. എനിക്ക് മറ്റുള്ള എഴുത്തുകാരൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അവരെ വായിക്കുന്നുണ്ട് കണ്ടിന്യൂ ആയിട്ട്. ഇവരെ വരെ പുതിയ എഴുത്തുകാർ അദ്ദേഹം പുസ്തകം തന്നു. പുതിയ ആളുകളൊക്കെ ഞാൻ വായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എഴുത്തുകാരൻ എന്നുള്ളൊരു തോന്നൽ എനിക്ക് കിട്ടാൻ ഇതുവരെ ആയിട്ടില്ല. 10ാമത്തെ പുസ്തകമാണ് ഇരിക്കുന്ന ഹരീം. അതൊരു വിനയം കൊണ്ടോ അല്ലെങ്കിൽ അമിതമായ വിനയം കൊണ്ടോ ഒന്നും പറയുന്നില്ല. നമുക്ക് ഉള്ളുന്നൊരു തോന്നൽ വരണല്ല ഞാനൊരു എഴുത്തുകാരനായി. അത് ഇതുവരെ ആയിട്ടില്ല. അത് മരിക്കുന്നവരാവാതിരിക്കട്ടെ എന്ന് എൻ്റെ പ്രാർത്ഥന. അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വിശപ്പ് പറഞ്ഞ ഒരു ബെസ്റ്റ് സെല്ലറായപ്പോൾ തന്നെ ഞാൻ എഴുത്ത് നിർത്തി കുറച്ച് ജാടയൊക്കെ ഇട്ട് വീട്ടിലിരുന്ന് പോയനെ. ഇതില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വ്യക്തി എന്നുള്ള നിലയ്ക്ക് എന്നോട് ചോദിച്ചാൽ എനിക്ക് ഭാര്യ ഇഷ്ടമാണ്, ഇരിക്കുന്ന വായനക്കാരെ ഞാൻ പോസ്റ്റ് ഇട്ടതേ ഉള്ളൂ. വായിക്കുന്നവരെല്ലാം ഒരു കുടുംബമാണ്. ട്രെയിനിലൊക്കെ ഒരാൾ വായിക്കുന്നത് കണ്ടപ്പെട്ടത് എൻ്റെ മനസ്സിൽ വേണ്ട നിൻ്റെ ഒരു ബന്ധു ഇരിക്കുന്നു. ഞാൻ ഒന്ന് പാളി നോക്കുകയും ചെയ്യും. സ്ത്രീയോ പുരുഷനോ ആരാവട്ടെ, സ്ത്രീയാണെങ്കിൽ നമ്മളൊരു അകലം പാലിച്ച് പാളി നോക്കും എന്ത് പുസ്തകമാണ് വായിക്കുന്നത്. അപ്പോൾ വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ ഉപ്പയാണ്, ഭർത്താവാണ്, കൂട്ടുകാരനാണ്, ഇച്ചിരി അലമ്പനാണ്, കൂലിപ്പണിയെടുക്കുന്ന മനുഷ്യനാണ്. ഇന്നിപ്പോൾ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ ഞാൻ ഈ സമയത്ത് ജോലി നിർത്തി കയ്യിലെ കാലിൽ പെയിൻ്റൊക്കെ കഴുകി കളഞ്ഞിട്ട് വീട്ടിലോട്ട് പോകുന്നുണ്ട് എൻ്റെ മക്കൾക്ക് വല്ല സ്പെഷ്യലൊക്കെ വാങ്ങിയിട്ട്.